ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജു, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. ഇന്ന് നമ്മൾ കേട്ടിട്ടിലെ ജനറൽ കാറ്റഗറി, ഇംഗ്ലീഷിലെ ജനറൽ കാറ്റഗറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. അതായത് ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം. She can lift the box. This sentence expresses അവൾക്ക് ബോക്സ് എടുക്കാൻ കഴിയും എന്ന് പറയുന്നത് ഒരു സജഷനാണോ, നിർദ്ദേശമാണോ, ഒരു അസംഷൻ, ഒരു അനുമാനമാണോ, ഒരു പെർമിഷൻ ചോദിക്കലാണോ, അതോ ഒരു റിക്വസ്റ്റ് ആണോ? അപ്പോൾ നമ്മൾക്കറിയാം ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്, അവൾക്ക് ആ ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പറയുന്ന ഒരു സജഷനാണോ അസംഷനാണോ എന്ന് അവിടെ നോക്കേണ്ടത്. സജഷൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശം, ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ് അല്ലേ. അസംഷൻ എന്ന് പറഞ്ഞാൽ അനുമാനം. അപ്പോൾ ക്യാൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എബിലിറ്റിയെ സൂചിപ്പിക്കൊണ്ട് അതൊരു സജഷനായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇനി എവ്രി വൺ ഈസ് പ്രസൻറ്റ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. എവ്രി വൺ ഈസ് പ്രസൻറ്റ്. അപ്പോൾ എവ്രി വൺ എന്നുള്ള വാക്കിൻ്റെ പ്രൊനൗൺ ഫോം നമ്മൾക്കറിയാം ദേ. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ്, അപ്പം നെഗറ്റീവ് ആക്കണം. അപ്പോൾ ദേനോട് ചേരുന്നത് ഒരിക്കലും ഈസ് സിംഗുലറും ദേ പ്ലൂറലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക എന്താണ്? ആർ ഇൻറ്റ് ദേ. അടുത്ത്, വാട്ട് ഡസ് ദ മാൻ ഡാഷ് ഇൻ ഹിസ് ഹാൻഡ്സ്. വാട്ട് ഡസ് ദ മാൻ, ഇവിടെ ശ്രദ്ധിക്കണം, ഡസ് എന്ന് പറയുന്ന വാക്ക് അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഹാസ് വന്നാൽ രണ്ടും സിംഗുലർ ആവും. അപ്പോൾ ആ സെൻറ്റൻസ് ഫോർമൽ ആവില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? വാട്ട് ഡസ് ദ മാൻ ഹാവ് ഇൻ ഹിസ് ഹാൻഡ്സ്. ഡസ് പ്ലസ് ഹാവ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഡസ് പ്ലസ് ഹാസ് എന്ന് പറയുമ്പോൾ രണ്ടും തേർഡ് പേഴ്സൺ സിംഗുലർ ആവും. പിന്നെ ഹാവിങ് ING എന്നുള്ള വാട്ട് ഡസ് ദ മാൻ ഡാഷ് ഇൻ ഹിസ് ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി വരേണ്ട ആവശ്യമില്ല. ഡസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? പാസ്റ്റും വരാൻ പാടില്ല. So the correct answer is have. ഇനി ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഈസ് അക്സെപ്റ്റബിൾ. ഇതിൽ സ്വീകാര്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ ഒരിക്കലും എന്ത് ചേർക്കാൻ പാടില്ല? ഹാവ് ചേർക്കാൻ പാടില്ല. സിമ്പിൾ പാസ്റ്റിന്റെ ഫോം എന്താണ്? സബ്ജക്ട് പ്ലസ് V2. അപ്പോൾ കറക്റ്റ് ആൻസർ ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. V2 ഫോം വന്നിരിക്കുന്നു. അടുത്തത്, ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ. ഇവിടെ ശ്രദ്ധിക്കണം, യു ക്യാൻ എൻ്റർ ദ ഹോൾ ഓൺലി ആഫ്റ്റർ കീപ് ദ ഫുട് വെയർ ഔട്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റർ എന്ന് പറയുന്ന ഒരു വർബും കൊടുത്തിട്ടുണ്ട്, കീപ്പ് എന്ന് പറയുന്ന ഒരു വർബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വർബ് വരുമ്പോൾ രണ്ടാമത്തെ വർബിൻ്റെ ING ഫോം നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഏതാണ് ആൻസർ വരിക? യു ക്യാൻ എൻ്റർ ദ ഹോൾ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫുട് വെയർ ഔട്ട്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. രണ്ട് വെർബ് വന്നാൽ രണ്ടാമത്തെ വെർബിൻ്റെ ING ഫോം. ഇനി ഇഫ് യു അപ്രോച്ച് ഹിം ഡാഷ്, ഇഫ് പ്ലസ് ആണ്. ഇഫ് യു അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രസന്റ് ആണ്. പ്രസന്റ് വന്നു കഴിഞ്ഞാൽ ഇഫ് യു അപ്രോച്ച് ഹിം ഡാഷ് ആണ്. പ്രസന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണ് മെയിൻ ക്ലോസിൽ. അപ്പോൾ ഹി വിൽ ടെൽ യു. അപ്പോൾ ഇഫ് യു അപ്രോച്ച് ഹിം ഹി വിൽ ടെൽ യു. അടുത്തത്, ഹി വോണ്ട് കം ഡാഷ് യു ഇൻവൈറ്റ്. ക്ഷണിച്ചിട്ടില്ലെങ്കിൽ വരില്ല എന്നാണ്. അപ്പോൾ ഹി വോണ്ട് കം അൺലെസ് എന്നാണ് വരിക. ഇൻസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നിട്ടും എന്നാണ്. അതർവൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യത്തെ ഉൾക്കൊള്ളുന്നതാണ്. രമേശ് ആസ് വെൽ ആസ് സുരേഷ്. അപ്പോൾ ആ രീതിയല്ല, അവിടെ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക എന്താണ്? അൺലെസ്. അടുത്ത്, ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഹാഡ് കഴിഞ്ഞിട്ട് ഒരു മെയിൻ വെർബ് ഇല്ല. ഇവിടെ ഒരു മെയിൻ വെർബ് ഇല്ല. അപ്പോൾ ആ സെന്റൻസിനെ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പാസ്റ്റ്. എന്നാൽ ഹാഡ് കഴിഞ്ഞൊരു മെയിൻ വെർബ് ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക?
വുഡ് ഓർ ഷുഡ് ഓർ കുഡ് പ്ലസ് V1. അപ്പോൾ ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് പ്ലസ് V1. അപ്പോൾ ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ്. They have completed it. This sentence can also be expressed as. ഇതിനെ വേറൊരു തരത്തിലും പറയാം എന്ന് പറയുന്നത് പാസീവാണ്. അപ്പോൾ ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് എന്നാണ്. ഇറ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ദേ ഹാവ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ ആണ്. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഏത് പേഴ്സൺ ആണെന്ന് നോക്കുക. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഹാസ്. അപ്പോ ഉത്തരം വരിക ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അടുത്ത് ദേ ഹാവ് നെവർ ഹെൽപ്ഡ് us. ദേ ഹാവ് നെവർ ഹെൽപ്ഡ് us. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി ഓൾറെഡി ഉണ്ട്. അപ്പോൾ ദേ ഹാവ് നെവർ നെഗറ്റീവ് ആണ്. അപ്പോൾ ഹാവ് ദേ. ഉത്തരം ഹാവ് ദേ. അടുത്ത് the range up to where the learners is able to perform but only with the support from a more knowledgeable person is called as. അതായത് നമ്മൾക്ക് നമ്മളുടെ അറിവ് മാത്രം പോരാ, നമ്മൾക്കൊരു പ്രോപ്പർ ഗൈഡൻസും കൂടി വേണം. അപ്പോൾ നമ്മളുടെ അറിവും ആ ഗൈഡൻസിലൂടെയും വേറൊരു നോളജബിൾ പേഴ്സന്റെ ഗൈഡൻസിലൂടെയും നമ്മൾക്ക് കിട്ടുന്ന അറിവിനെ പറയുന്നതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇവിടെ നമുക്ക് നോക്കാം, അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവാം. പുതിയ ഡാറ്റ, അതായത് പുതിയ ഐഡിയാസിനെ, പുതിയ സ്കീമാസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഉദാഹരണം, നമ്മൾക്ക് ഒരു 4 ലെഗ്ഡ് കാറ്റിനെ, 4 കാലുള്ള ഒരു കാറ്റിനെ ഡോഗ് എന്നൊരു കുട്ടി വിളിക്കുകയാണെങ്കിൽ അതിന് 4 കാലാണല്ലോ ഉള്ളത്. അപ്പോൾ ഒരേ ഐഡിയാസ് മാച്ച് ആവുന്നതുകൊണ്ട് ആ കാറ്റിനെ ഡോഗ് എന്ന് വിളിക്കുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? അസിമിലേഷൻ ആണ്, അതായത് ഉൾപ്പെടുത്താണ്. പക്ഷെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 4 കാലുള്ള ഉള്ളത് കാറ്റ് മാത്രമല്ല ഉള്ളൂ, ഡോഗുമുണ്ട്, അതേപോലെ മറ്റ് അനിമൽസും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അക്കോമഡേഷൻ. പിന്നെ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാര്യത്തെ കൂടുതൽ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതിനെ കൂടുതൽ സിമ്പിൾ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. ദീസ് റൂംസ് ആർ കെപ്റ്റ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആസ് ഗസ്റ്റ് റൂംസ്. ഐഡന്റിഫൈ ദ ഫ്രേസ് ദാറ്റ് ക്യാൻ റിപ്ലേസ് കെപ്റ്റ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു പ്രത്യേക കാര്യത്തിന് മാറ്റിവെച്ചത് എന്നുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് സെറ്റ് എപ്പാർട്ട്. ഇനി ഇവിടെ സെറ്റ് ഔട്ടും സെറ്റ് ഓഫും. ഇവിടെ ഈ സെറ്റ് ഔട്ടും സെറ്റ് ഓഫും രണ്ടിൻ്റെ അർത്ഥം ടു സ്റ്റാർട്ട് ഓർ ബിഗിൻ എ ജേർണി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കണം, സെറ്റ് ഔട്ടും സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും ടു സ്റ്റാർട്ട് ഓർ ബിഗിൻ എ ജേർണി എന്നാണ്. പക്ഷേ ഈ സെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രത്യേക ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ യാത്ര തിരിക്കുമ്പോഴാണ് സെറ്റ് ഔട്ട്. ഹി സെറ്റ് ഔട്ട് ടു ഫൈൻഡ് ദ ട്രഷർ എന്ന് പറയാണ്, നിധി കണ്ടുപിടിക്കാൻ. അപ്പോൾ സെറ്റ് ഔട്ട് ഇത് നോർമൽ യൂസേജ് ആണ്. ഒരു സാധാരണ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ് സെറ്റ് ഓഫ്. രണ്ടിൻ്റെയും അർത്ഥം വരിക ടു സ്റ്റാർട്ട് ഓർ ബിഗിൻ എ ജേർണി എന്നാണ്. പിന്നെ സെറ്റ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രൂപപ്പെടുക എന്നുള്ള അർത്ഥത്താണ് സെറ്റ് ഇൻ. ദ ഇൻഫെക്ഷൻ സെറ്റ് ഇൻ ദ ബോഡി എന്ന് പറയുമ്പോൾ രൂപപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത് ദ പ്രസിഡന്റ് വാസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. പ്രസിഡന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാഷ് ഓൾ ദ എക്സ്ട്രാ സെക്യൂരിറ്റി. മറുവശത്ത് എല്ലാ സെക്യൂരിറ്റികളും ഉണ്ടായിരുന്നു. ഓൺ ദ അതർ ഹാൻഡ്, മറുവശത്ത്. ജോൺ വാസ് ഡാഷ് റിസീവിംഗ് കോൾ ഫ്രം സ്ട്രേഞ്ചേഴ്സ്. അതായത് സ്ട്രേഞ്ചേഴ്സിൽ നിന്നും കോളുകൾ കിട്ടുക എന്നുള്ളത് ജോണിന് വളരെ പരിചിതമായിരുന്നു. അക്കസ്റ്റംഡ് എന്നാണ്, പരിചിതമായിരുന്നു. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നാണ്. അക്കോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റിംഗ് ഇൻ എ ബാഡ് വേ, തെറ്റായ രീതിയിൽ പെരുമാറുക എന്നാണ്. അക്രഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്? അക്കസ്റ്റംഡ്. അടുത്ത് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ദിസ് സെന്റൻസ് ക്യാൻ ബി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യനും എന്തായിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ ആയിരിക്കണം.
അപ്പോൾ ഏതാണ് വരിക? ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ? ഇതാണ് കറക്റ്റ് വരിക. ചോദ്യത്തിന്റെ ഉത്തരം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ചോദ്യവും അതേപോലെ ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ. ഹിസ് വേർഡ്സ് മസ്റ്റ് ബി ടേക്കൻ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. എന്താ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്നതിന്റെ പ്രയോഗം? ടേക്കിംഗ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായിട്ട് മാത്രം വിശ്വസിക്കുക എന്നാണ്. ഹിസ് വേർഡ്സ് മസ്റ്റ് ബി ടേക്കൻ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട് മാത്രം വിശ്വസിക്കുക. ബിലീവ് പാർട്ട്ലി ഓൺലി. പിന്നെ ദ സ്റ്റോർ ഹാസ് ഫ്രൂട്ട്സ് ഓഫ് എവറി കൈൻഡ്. നമ്മൾ സങ്കല്പിക്കുന്നത് എല്ലാ തരത്തിലും അതിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇമാജിനേബിൾ എന്നാണ്. ഇമാജിനേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്, അത് കഴിഞ്ഞൊരു വാക്ക് വേണം. ഇമാജിനേബിൾ എന്ന് പറഞ്ഞ സെന്റൻസ് ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ ഇമാജിൻ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കൂ എന്ന് പറയുന്ന ഒരു വർബാണ്. ഇമാജിനിങ് എന്ന് പറഞ്ഞാൽ ING ഫോമാണ്. ഇപ്പോൾ വരേണ്ടത് ഇമാജിനേബിൾ. സ്ട്രെച്ചിങ് ഈസ് സപ്പോസ്ഡ്ലി എ ജെന്റിൽ എക്സസൈസ് എന്നാണ്. സപ്പോസിബിളി എന്നല്ല, സപ്പോസ്ഡ്ലി എന്നാണ് വരിക. പിന്നെ സപ്പോർട്ടഡ്ലി എന്നല്ല. അതായത് നമ്മൾ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മളൊരു നല്ല എക്സസൈസ് ആയിട്ട് വിചാരിക്കുന്നു എന്നാണ് പറയുക, അല്ല സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അല്ല വരിക. പിന്നെ ഹി ഈസ് ടു കെയർലെസ്, കൺജങ്ഷൻ ആണ്. TOO എന്ന് വന്നാൽ പിന്നെ വരേണ്ടത് TO എന്നാണ്. ഹി ഈസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ് എന്നാണ്. അപ്പോൾ ഹി ഈസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ്. ദ എറർ എ ലേണർ മേക്ക്, ഐ റൈറ്റഡ് എ ലെറ്റർ. ഇവിടെ റൈറ്റഡ് എ ലെറ്റർ എന്നല്ല പറയുക, റോട്ട് എന്നാണ്. തെറ്റായിട്ടുള്ള പ്രയോഗത്തിന് അറേഞ്ച്മെന്റിൽ നമ്മൾ പറയുന്നത് എന്താണ്? സിൻടാക്ടിക്കൽ എറർ എന്നാണ്. മോർഫോളജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ യൂണിറ്റിൽ വരുന്നതാണ്. അത് ഞാൻ നേരത്തെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ പോലെ, അതായത് നമ്മുടെ പ്രിഫിക്സും സഫിക്സും ഒക്കെ വരുമ്പോൾ നമ്മൾ തെറ്റ് വരുത്തുന്നതാണ്. ഏതാണ്? മോർഫോളജിക്കൽ. പഞ്ച്വേഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മാർക്കാണ്. ഐ റോട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഐ റോട്ട് എ ലെറ്റർ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്, അതിന് തെറ്റൊന്നുമില്ല. അപ്പോൾ പഞ്ച്വേഷനില്ല. യൂസേജ്, പ്രയോഗത്തിലുള്ള മാറ്റമൊന്നുമല്ല, അതായത് ആക്റ്റീവ് പാസീവ് അങ്ങനത്തെ യൂസേജ് ഒന്നുമല്ല. റൈറ്റഡ് എന്നുള്ളത് റോട്ട് എന്നാക്കണം. ഇറ്റ്സ് എ സിൻടാക്ടിക്കൽ എറർ. എനി പീസ് ഓഫ് എക്സ്റ്റെൻഡഡ് ലാംഗ്വേജ് റിട്ടൺ ഓർ സ്പോക്കൺ ദാറ്റ് ഹാസ് എ യൂണിറ്റി ആൻഡ് മീനിങ് ആൻഡ് പർപ്പസ്. ഒരു യൂണിറ്റി, ഒരു മീനിങ്, ഒരു പർപ്പസ്, അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ലാംഗ്വേജ് യൂണിറ്റ്സ് എന്നാണ് അതിനെ പറയുക. ലാംഗ്വേജ് യൂണിറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇനി ഷീ വാസ് ത്രിൽഡ് ടു ബി ഡാഷ് ഫോർ ദ റൈഡ്. കൂടെ എന്നുള്ള അർത്ഥത്തിൽ അലോങ് ഫോർ ദ റൈഡ് എന്നാണ്. സൂര്യ ഹാസ് എ ബ്യൂട്ടിഫുൾ ഫേസ് ഡാഷ് സ്മൈലിംഗ് ഐസ്. അതായത് മനോഹരമായിട്ടുള്ളൊരു മുഖം, പിന്നെ പുഞ്ചിരിയോട് കൂടി. കൂടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വരിക വിത്ത്. സൂര്യ ഹാസ് എ ബ്യൂട്ടിഫുൾ ഫേസ് വിത്ത് സ്മൈലിംഗ് ഐസ്. ഇനി റീഡിങ് ഫോർ പ്ലഷർ ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ്. നമ്മൾ ആനന്ദത്തിന് വേണ്ടി വായിക്കുന്നത്, വ്യാപകമായ വായന നമുക്ക് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. സോ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നാണ്. സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രത്യേക ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്കിമ്മിങ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഭാഗത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതാണ് സ്കാനിങ്. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഉൾവായനയാണ്. വളരെ സങ്കീർണമായി ഇപ്പോൾ എക്സാമിനേഷനൊക്കെ നമ്മൾ വായിക്കുന്നത് ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റീഡിംഗ് ഫോർ പ്ലഷർ ഏതാണ്? എക്സ്റ്റെൻസീവ്. അടുത്ത ഡാഷ് ബീയിങ് എ മില്ലിനിയർ ഹി ലിവ്സ് ഇൻ എ വെരി സ്മോൾ ഹൗസ്. ഒരു വലിയ കോടീശ്വരനായിട്ട് കൂടി, ഒരു മില്ലിനിയർ ആയിട്ടും കൂടി ഹി ലീവ്സ് ഇൻ എ വെരി സ്മോൾ ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാ വരിക? ഇൻ സ്പൈറ്റ് ഓഫ്, അങ്ങനെ ആയിരുന്നിട്ടും എന്നുള്ള അർത്ഥം. സിൻസ് എന്നുള്ളതിന് ശേഷം എന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം. കഠിനാധ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം. അടുത്ത് ഇവിടെ നമ്മൾ കോംപ്രിഹെൻഷനാണ്. ഇവിടെ കോംപ്രിഹെൻഷനിൽ പറയുന്നത് ദർ ആർ മെനി ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. Instruments are used to play music. It takes a lot of practice to play an instrument. Piano, guitar and drums are 3 musical instruments. Pianos make nice sound. Pianos have black and white keys. People press on piano keys to make sound. Put the sound together to make a song. Guitar sound good too. Guitar have long neck. String the guitar strings to make sound. Put the sound together to make a song. Adum song create. Drums keep the beat എന്നാ പറയുന്നത്.
drums are played with sticks. Hit the drums with the stick to keep a beat. Hit different drums to make different sound. Put the sound together to make a song. ഇതാണ് നമ്മളുടെ പൈല് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പിയാനോസ്, ഗിറ്റാർ ആൻഡ് ഡ്രംസ് ആർ ഫൺ ടു പ്ലേ. സം പീപ്പിൾ ടേക്ക് മ്യൂസിക് ലെസൺ ടു ലേൺ ഹൗ ടു പ്ലേ. ചില ആൾക്കാർ വെറുതെ ആനന്ദത്തിന് വേണ്ടി വായിക്കും, ചില ആൾക്കാർ അത് പഠിക്കും. അതർ പീപ്പിൾ ടീച്ച് ദംസെൽഫ്. ഇഫ് യു ലൈക്ക് മ്യൂസിക്, ട്രൈ ഔട്ട് എ ന്യൂ ഇൻസ്ട്രുമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം, അക്കോർഡിംഗ് ടു ദ പാസേജ് വിച്ച് ഇൻസ്ട്രുമെന്റ്സ് കീപ്പ് എ ബീറ്റ്? ഏത് ഇൻസ്ട്രുമെന്റാ ബീറ്റ് വരുത്തുന്നത്? നമുക്കറിയാം, ഡ്രം. ബീറ്റ് വരാൻ നമുക്ക് ഏതാണ്? ഡ്രം ആണ്. അതായത് ഓപ്ഷൻ സി. ഇനി അടുത്തത്, ദിസ് പാസേജ് ടോക്ക് മോസ്റ്റ്ലി അബൌട്ട് 3 drums, 3 guitar, 3 songs, 3 musical devices. നമ്മൾക്ക് പറയേണ്ടത് ക്രിയേറ്റ് എ സോങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 സോങ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ക്ലിയർ ആണ്. ഓൾ ദ ഇൻസ്ട്രുമെന്റ് ഇൻ ദ അബവ് പാസേജ്, ഈ പറയുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും എന്താണ്? ക്യാൻ പ്രൊഡ്യൂസ് മ്യൂസിക് എന്നാണ്. കാരണം സ്ട്രിങ്സ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രംസിന് സ്ട്രിങ്സ് ഇല്ല. അടുത്ത്, ദ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് റെഫർഡ് ഇൻ ദ അബവ് പാസേജ് ഈസ്, ഏതാണ് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഗിത്താറിനെയാണ് നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിഫൈ ദ വേർഡ് ഫ്രോം ദ പാസേജ് ദാറ്റ് മീൻ ടു ബ്രഷ് ദ ഫിംഗേഴ്സ് ഓവർ ദ സ്ട്രിങ്. ബ്രഷ് ദ ഫിംഗർ ഓവർ ദ സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ട്രിങ്ങിലൂടെ നമ്മളുടെ വിരൽ ഓടിക്കുക എന്നുള്ളതിനെ സ്ട്രം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അതിലുള്ള പലതരത്തിലുള്ള, അതായത് അതിൻ്റെ ഗ്രമാറ്റിക്കൽ ഫോംസ്, അതുപോലെ തന്നെ പെഡഗോജി ഭാഗങ്ങൾ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ കോംപ്രിഹെൻഷൻ, ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും വർക്കൗട്ട് ചെയ്തു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായി വരാം. താങ്ക്സ്.